സംസ്ഥാനത്ത് ഉഷ്ണതരംഗം കടുക്കുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഓരോ ജില്ലയ്ക്കും ഓരോ കോടി രൂപ വീതം അനുവദിച്ചു. കേരളത്തിൽ വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വരൾച്ചയും കുടിവെള്ളക്ഷാമവും നേരിടുന്നതിനായി അടിയന്തര നടപടികളുമായി സർക്കാർ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും പ്രതിരോധ മാർഗങ്ങൾക്കുമായി സംസ്ഥാനത്തെ 14 ജില്ലകൾക്കും 1 കോടി രൂപ വീതം സർക്കാർ അനുവദിച്ചു. റവന്യൂ ദുരന്ത നിവാരണ വകുപ്പാണ് തുക അനുവദിച്ച് ഉത്തരവിറക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില ക്രമാതീതമായി ഉയരുകയും ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി. കടുത്ത വേനൽ മൂലം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. വേനൽ രൂക്ഷമായ പ്രദേശങ്ങളിൽ ടാങ്കറുകൾ വഴി കുടിവെള്ളം എത്തിക്കുന്നതിന് മുൻഗണന നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാകും ഇത് നടപ്പിലാക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ വറ്റി വരളുന്നത് തടയാനും നിലവിലുള്ളവ സംരക്ഷിക്കാനും ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ഉറപ്പാക്കും. സൂര്യാതപം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെ സജ്ജമാക്കും. പകൽ സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ജോലി സമയത്തിൽ മാറ്റം വരുത്തിയ ഉത്തരവ് കർശനമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. വരും ദിവസങ്ങളിലും ചൂട് ഉയരാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ വഴി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.